പ്രവാചകന്റെ പേരിൽ ഒരു തവണ സ്വലാത്തു ചൊല്ലിയാൽ, പ്രവാചകന്റെ പേരിൽ ഒരു തവണ സലാമു ചൊല്ലിയാൽ അള്ളാഹു അവർക്കത് 10 ഇരട്ടിയായി തിരിച്ചു നൽകുമെന്ന് അള്ളാഹു താങ്കളോട് പറയുന്നതിനെ താങ്കൾ തൃപ്തിപ്പെടുന്നുണ്ടോ പ്രവാചകരെ എന്നാണ് മലക്കിന്റെ ചോദ്യം. സഹോദരങ്ങളെ, ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വമാണ്. 2, പ്രവാചകന്റെ പേരിൽ സ്വലാത്തു ചൊല്ലുന്നതിന്റെ മഹത്വമാണ്. 3, പ്രവാചകന്റെ പേരിൽ സ്വലാത്തു ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്. പ്രിയപ്പെട്ടവരെ, ആകാശലോകത്ത് അള്ളാഹുവും മലക്കുകളും പ്രവാചകന് വേണ്ടി സ്വലാത്തു ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്. തീർച്ചയായും അള്ളാഹുവും അവന്റെ മലക്കുകളും റസൂലിന്റെ മേൽ സ്വലാത്തു ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എന്താണ് അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹു നമ്മെപ്പോലെ സ്വലാത്തു ചൊല്ലുന്നു എന്നാണോ? അല്ല. പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു മലക്കുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകനെ പറ്റി പ്രശംസിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകന് കരുണയും റഹ്മത്തും അതേപോലെ തന്നെ അനുഗ്രഹങ്ങളും ചുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മലക്കുകളുടെ സ്വലാത്താകട്ടെ പ്രവാചകന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചവരെ, ആ പ്രവാചകനിൽ വിശ്വസിച്ചവരെ. ഏതൊരു സത്യസന്ദേശവുമായിട്ടാണ് ആ പ്രവാചകൻ കടന്നു വന്നത്? അള്ളാഹു ആദരിച്ച ആ പ്രവാചകനെ, അള്ളാഹു സ്നേഹിച്ച ആ പ്രവാചകനെ ആരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ അവരോടെല്ലാം അള്ളാഹു വിളിക്കുന്നു, വിശ്വാസികളെ, സ്വല്ലൂ അലൈഹി, ആ പ്രവാചകന്റെ മേൽ നിങ്ങൾ സ്വലാത്തു ചൊല്ലണം. അതേപോലെ തന്നെ വസല്ലിമു തസ്ലീമ, ആ പ്രവാചകന്റെ മേൽ സലാമും ചൊല്ലണം. ഇത് അള്ളാഹുവിന്റെ ഒരു നിർബന്ധ കൽപ്പനയാണ്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, അള്ളാഹു ആ പ്രവാചകനെ ആദരിച്ചതുകൊണ്ട്, അള്ളാഹു ആ പ്രവാചകന്റെ മേൽ സ്വലാത്തു ചൊല്ലുന്നത് കൊണ്ട് മലക്കുകളും പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിലെ കോടാനുകോടി പ്രവാചക സ്നേഹികൾ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്തു ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വാഴ്ത്തപ്പെടുന്നവൻ, പ്രശംസിക്കപ്പെടുന്നവൻ എന്നാണ്. നോക്കൂ, ഈ ആധുനിക കാലഘട്ടത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും നമ്മളെല്ലാം വായിച്ചവരാണ്. ലണ്ടനിലും ഇംഗ്ലണ്ടിലെ വെയിൽസിലും ഒരു സർവേ നടത്തുകയാണ്. ഏറ്റവും ജനപ്രിയമായിട്ടുള്ള പേരേതാണ്? ആ പേരിനെ പറ്റി അവർ സർവേ നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ നവജാത ശിശുക്കൾ സ്വീകരിച്ചിട്ടുള്ള പേര് മുഹമ്മദ് എന്നാണ്. അറബ് നാടുകളിലെ സർവേയല്ല, മറിച്ച് ഇംഗ്ലണ്ടിലെ സർവേയാണ്. ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് നടത്തിയ സർവേയല്ല, മറിച്ച് അവിടുത്തെ ബ്രിട്ടന്റെ ഔദ്യോഗികമായ സർവേയുടെ കണക്കാണിത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി എന്ന് പറഞ്ഞാൽ അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ, മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലും ആ പ്രവാചകൻ വാഴ്ത്തപ്പെട്ടവനായി കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകനോടുള്ള ഏറ്റവും വലിയ കടമയാണ് പ്രവാചകനെ ഓർക്കുമ്പോൾ, പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ, പ്രവാചകനെ പറ്റി ചിന്തിക്കുമ്പോൾ വാചാലമാകണം നമ്മുടെ നാവുകൾ. നമ്മുടെ ഹൃദയത്തിൽ സ്വലാത്തിനെ പറ്റിയുള്ള ഓർമ്മകൾ വരണം. പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ ചുണ്ടുകൾ അനങ്ങേണ്ടതുണ്ട്. ആ ഇബാദത്തിന്റെ ആ ഒരു നന്മയുടെ ഭാഗമാണത്. ചുണ്ടുകൾ അനങ്ങണം. നോക്കൂ സഹോദരങ്ങളെ, ഒരു വിശ്വാസിക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തു ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒരിക്കൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് റസൂലിന്റെ പേരിൽ സ്വലാത്തു ചൊല്ലിക്കൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുകയാണ്. ഇത് പ്രവാചകൻ കേൾക്കാനിടയായി. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇബ്നു മസ്ഊദ്, സൽ തുഅത, നീ ചോദിക്കൂ, നിനക്കല്ലാഹു നൽകും. നോക്കൂ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ മര്യാദകളിൽപ്പെട്ടതാണ് ആദ്യം പ്രാർത്ഥന തുടങ്ങുമ്പോൾ അള്ളാഹുവിനെ ഹംദ് നൽകിക്കൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തു ചൊല്ലണം. അങ്ങനെയുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വലാത്തു ചൊല്ലാത്തിടത്തോളം അത് ആകാശത്തിൽ തൂക്കിയിടപ്പെടുമെന്നാണ്. ആകാശത്തിനും ഭൂമിക്കുമിടയിൽ തൂക്കിയിടപ്പെടും. നിങ്ങൾ പ്രവാചകന്റെ പേരിൽ സ്വലാത്തു ചൊല്ലുമ്പോഴാണ് ആ പ്രാർത്ഥനകൾ ആകാശത്തിലേക്ക് കയറിപ്പോകുന്നതെന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ സ്വലാത്തു ചൊല്ലണം. നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ളൊരു മാർഗമാണത്. നോക്കൂ, മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഇന്നി ഉക്സിറു സ്വലാത്ത അലൈക്, നബിയെ, താങ്കൾക്ക് വേണ്ടി ഞാൻ ധാരാളം സ്വലാത്തു ചൊല്ലുന്ന വ്യക്തിയാണ്. ഫകം അജ്അലു ലക മിൻ സ്വലാത്തി,
എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ എത്രമാത്രം സ്വലാത്തിനെ ഉൾപ്പെടുത്തണം? പ്രവാചകൻ പറഞ്ഞു, മാ ശിഅ്ത്, നീ ഉദ്ദേശിച്ചത്ര ചെയ്തു കൊള്ളുക. ഫഖുൽതു, ഞാൻ ആ സന്ദർഭത്തിൽ പറഞ്ഞു, അർറുബു, എൻ്റെ പ്രാർത്ഥനയുടെ 4/1 സ്വലാത്ത് വർദ്ധിപ്പിക്കട്ടെ. പ്രവാചകൻ തുടർന്ന് പറഞ്ഞു, മാ ശിഅ്ത് ഫഇൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക്, നീ ഉദ്ദേശിക്കുന്ന അത്രയും നീ ധാരാളം വർദ്ധിപ്പിച്ചാൽ നിനക്കത്രയും നല്ലത്. ആ സന്ദർഭത്തിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, എത്രത്തോളം പ്രവാചകനോട് ഞാൻ ഇത് ചോദിച്ച് അവസാനം ഞാൻ ഇങ്ങനെ പറയുകയുണ്ടായി, അജഅലു ലക സ്വലാത്തി കുല്ലഹ, പ്രവാചകരെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ മുഴുവൻ ഞാൻ സ്വലാത്ത് ചൊല്ലാം. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, ഇദൻ തുക്ഫ ഹമ്മക്, എങ്കിൽ നിന്റെ ദുഃഖങ്ങൾക്കത് മതിയാകും, നിന്റെ മനസ്സിലെ വിഷമങ്ങൾ മാറിപ്പോകാൻ അത് മതിയാകും. വയുഗ്ഫറു ലക ദംബുക്, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് മതിയാകും. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ വിഷമങ്ങളുമായി നടക്കുന്ന എത്ര മനുഷ്യരുണ്ട്. ആ വിഷമങ്ങൾ നീങ്ങിപ്പോകാനുള്ള മാർഗമാണ് തുക്ഫാ ഹമ്മക്, നിന്റെ ദുഃഖങ്ങൾക്കത് മതിയാകുന്നതാണ്. വയുഗ്ഫറു ലക ദംബുക്, നിന്റെ പാപങ്ങൾ അത് പുറത്തു തരുന്നതാണ്. സഹോദരങ്ങളെ, ധാരാളമായി നമ്മുടെ പ്രാർത്ഥനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്തു ചൊല്ലാൻ കഴിയണം. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നാളെ പരലോകത്ത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ ആരാണ്? ഔലൻ നാസി ബി യൗമൽ ഖിയാമഹ അക്സറുഹും അലയ്യ സ്വലാത്ത്, എൻ്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് നാളെ ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തു നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകനെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നാം. നാളെ സ്വർഗത്തിലെത്തി ആ പ്രവാചകന്റെ ചാരത്തൊന്നെത്താൻ ആഗ്രഹിക്കുന്നവരാണ് നാം. ആ പ്രവാചകന്റെ അടുക്കലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല മാർഗം പ്രവാചകന് വേണ്ടി ധാരാളമായി സ്വലാത്ത് ചൊല്ലുക എന്നാണ്. എന്നാൽ സ്വലാത്ത് ചൊല്ലുന്നതിൽ ധാരാളം ആളുകൾ, അധികം ആളുകളും പിശുക്ക് കാണിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റി പറയുന്നുണ്ട്, അൽ ബഖീൽ, ആരാണ് പിശുക്കൻ? മൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എൻ്റെ പേര് അവൻ്റെ അടുക്കൽ കേട്ടിട്ട് പറയപ്പെട്ടിട്ട് സ്മരിച്ചിട്ട് എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവൻ. മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്തവൻ, അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്തവൻ, പ്രിയപ്പെട്ടവരെ, അവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയാം. പ്രവാചകന്റെ മിമ്പറിലേക്ക് പ്രവാചകൻ കയറുമ്പോൾ 3 ആമീൻ പറഞ്ഞപ്പോൾ ഒരു ആമീൻ ആർക്കെതിരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചൊല്ലാത്തവർക്കെതിരായിരുന്നുവെന്ന് ഹദീസുകളിൽ നമ്മൾ പഠിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് അധികരിപ്പിക്കണം നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളിൽ. പ്രവാചകനെ പറ്റി കേൾക്കുമ്പോൾ, പ്രവാചകനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ, പ്രവാചകനെ പറ്റി ഓർക്കുമ്പോൾ പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് നബിയോട് വന്നിട്ട് ചോദിച്ചു, നബിയെ, സലാം എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഈ സ്വലാത്ത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു എങ്ങനെ സ്വലാത്ത് ചൊല്ലണം. നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലാറുള്ള അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഈ ഇബ്രാഹിമിയ സ്വലാത്ത് എന്നറിയപ്പെടുന്ന ഈ സ്വലാത്തിനെയാണ്, എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടതെന്ന രൂപം സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ആ സ്വലാത്തിനാണ് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്. എന്നാൽ ഈ സ്വലാത്തിനെ മാറ്റി നിർത്തി പല ആളുകളും കെട്ടിച്ചമച്ച സ്വലാത്തുകൾ ചൊല്ലുന്നത് നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. സ്വലാത്തിന് വേണ്ടി പ്രത്യേകം ഒരു നഗറുണ്ടാക്കുന്നു, ഒരു നാട്ടിലേക്ക് പോകുന്നു, അതിനുവേണ്ടി സ്വലാത്ത് നഗർ സ്ഥാപിക്കുന്നു, സ്വലാത്തിന് ഇത്ര എണ്ണം ഉണ്ടാക്കുന്നു, എന്നിട്ടത് മദീനയിലേക്ക് പാഴ്സൽ അയക്കുന്നു. ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നതിന് പ്രത്യേകമായ ഒരു രൂപം നൽകിക്കൊണ്ട് നമ്മുടെ നാടുകളിൽ നടത്തുന്ന സ്വലാത്ത് അത് ബിദ്അത്താണ്. പലപ്പോഴും നമ്മൾ സ്വലാത്തിൻ്റെ പേരിൽ നടക്കുന്ന ബിദ്അത്തുകളെ വിമർശിക്കുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, നിങ്ങൾക്ക് സ്വലാത്തൊന്നുമില്ലല്ലേ, നിങ്ങൾക്ക് പ്രവാചകനെ സ്നേഹമില്ലല്ലേ, നിങ്ങൾ എന്തേ പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചൊല്ലാത്തതെന്ന് ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം സ്വലാത്ത് ചൊല്ലുന്നതിനെയല്ല എതിർക്കുന്നത്, സ്വലാത്തിൻ്റെ പേരിൽ നടക്കുന്ന വ്യവസായത്തെയാണ് എതിർക്കുന്നത്. ഇന്ന് സ്വലാത്ത് വ്യവസായമാണ്. യൂട്യൂബ് ചാനലുകളൊക്കെ തുറന്നു നോക്കിയാൽ അവിടെ സ്വലാത്ത് ഒരു ബിസിനസ്സാക്കി മാറ്റിയിരിക്കുകയാണ്. അത് ഇത്ര എണ്ണം ചൊല്ലിക്കഴിഞ്ഞാൽ അത് രേഖപ്പെടുത്തണം, അത് പറയണം, എന്നിട്ട് അതെല്ലാം കൂടി മദീനയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച. സഹോദരങ്ങളെ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ പഠിപ്പിക്കാത്തതാണ്. ഇതൊരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. ഏതൊരു ഇബാദത്തും നമുക്കറിയാം, ഫർളായ അമലുകൾ നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നു, നോമ്പ് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പിടിക്കുന്നത്, അതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കുന്നത് അത് ഒരുമിച്ചാണ്, അതേപോലെ തന്നെ ഹജ്ജ് ചെയ്യുന്നത് ഒരുമിച്ചാണ്.
പക്ഷേ സുന്നത്തായ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് അത് നമ്മൾ ഒറ്റക്കൊറ്റക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു അമലാണ്. അതെല്ലാവരും കൂടി ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടി എന്നിട്ട് എല്ലാവർക്കും ഒരു നേതൃത്വം നൽകി, ഒരാൾ സ്വലാത്തിന് നേതൃത്വം നൽകുന്നു, എല്ലാവരുടെയും എണ്ണം പിടിക്കുന്നു, എന്നിട്ട് അത് ഒരുമിച്ച് കൂട്ടുന്നു. ഇത് നമുക്ക് മദീനയിലേക്ക് എത്തിക്കാം. ഇതൊരിക്കലും സലഫുകളുടെ മാതൃകയല്ല എന്ന് തിരിച്ചറിയണം. ഇതിനെയാണ് നാം എതിർക്കുന്നത്. അതല്ലാതെ ഒരിക്കലും സ്വലാത്ത് ചൊല്ലുന്നതിനെ നാം എതിർക്കില്ല. കാരണം അത് അല്ലാഹു നമുക്ക് നിർബന്ധ നിയമമാക്കിയ ഒരു വലിയ നന്മയാണ് എന്ന് നാം തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെട്ട പ്രവാചകനെ നമുക്കും ഇഷ്ടപ്പെടാൻ, മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രവാചകന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രവാചകന് വേണ്ടി സദാസമയം സ്വലാത്തു ചൊല്ലുന്ന നാവുകളാകാൻ, പ്രവാചകനെ പറ്റി ഓർക്കുന്ന കൽബാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തു ചൊല്ലുന്നതിൻ്റെ മഹത്വം വിശദീകരിക്കുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ചില സമയങ്ങളെ സ്വലാത്തു ചൊല്ലുന്നതിന് വേണ്ടി നമുക്ക് നിയമമാക്കി നൽകിയിട്ടുണ്ട്. ഹദീസുകളിൽ കാണാൻ കഴിയും, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ, ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. ഫഅക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീഹി, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടതും ആ വെള്ളിയാഴ്ച ദിവസമാണ്. സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണെന്നാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്തിനെ അധികരിപ്പിക്കണം. ഫഇന്ന സ്വലാത്തക്കും, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ മഅറൂദത്തുൻ അലയ്യ, എൻ്റെ മേൽ അത് പ്രദർശിപ്പിക്കപ്പെടും, അതല്ലെങ്കിൽ എൻ്റെ മുന്നിൽ അത് സമർപ്പിക്കപ്പെടുമെന്നാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ റസൂലിൻ്റെ ബർസഖി ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ്. ഹദീസുകളിൽ കാണാൻ കഴിയും, ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീന ഫിൽ അർള്, ഭൂമിയിൽ ചുറ്റി നടക്കുന്ന ഒരു വിഭാഗം മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ ഡ്യൂട്ടി തന്നെ യുബല്ലിഗൂനി മിൻ ഉമ്മത്തി അസ്സലാം, എനിക്ക് വേണ്ടി സ്വലാത്തും സലാമും ചെല്ലുന്നവരുടെ സ്വലാത്തുകളെയും സലാമുകളെയും എന്നിലേക്ക് എത്തിക്കുക എന്ന ഡ്യൂട്ടിയാണ് ആ മലക്കുകൾക്കുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ ചൊല്ലുന്ന സ്വലാത്തും സലാമും അത് വായുവിൽ തീർന്നു പോകുന്നതല്ല. ആ ചൊല്ലുന്ന ശബ്ദങ്ങൾ ഏറ്റെടുക്കാൻ, അത് രേഖപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു തആല ചുറ്റി നടക്കുന്ന മലക്കുകളെ ഈ ഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്കൂ. നമ്മുടെ സ്വലാത്തിനെ കളക്ട് ചെയ്ത് ശേഖരിച്ച് പ്രവാചകന്റെ ബർസഖി ജീവിതത്തിൽ എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു മലക്കുകളെ നിയമിച്ചിട്ടുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരപ്പോൾ നാം സ്വലാത്തു ചൊല്ലണം. നമ്മുടെ സ്വലാത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് പ്രദർശിപ്പിക്കപ്പെടുമെന്നാണ്. മാത്രമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന്റെ ആ ബാങ്കിന് അതുപോലെ നിങ്ങൾ ഉത്തരം കൊടുത്തതിന് ശേഷം നിങ്ങൾ നബിയുടെ പേരിൽ സ്വലാത്തു ചൊല്ലണം. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നിങ്ങൾ സലുല്ലാഹ തആല ലഹുൽ വസീല, വസീല ചോദിക്കണം. എന്താണ് വസീല? അത് അഅ്ലാ മൻസില, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് വസീല. ഈ വസീലയും ഫളീലയും പ്രവാചകന് വേണ്ടി ചോദിച്ചാൽ അതുകൊണ്ട് അവൻ നേടിയെടുക്കുന്നത് നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമുക്ക് ലഭിക്കാനിരിക്കുന്ന ശഫാഅത്താണ്. പ്രിയപ്പെട്ടവരെ, സ്വലാത്തും അതേപോലെ തന്നെ വസീലയും ഫളീലയും അടങ്ങുന്ന ഈ രണ്ട് പ്രാർത്ഥന, നമ്മൾ ബാങ്കിന് ശേഷം ചൊല്ലുന്ന പ്രാർത്ഥന, അതിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നാളെ ശഫാഅത്ത് നൽകുമെന്നാണ്.